കാരണം അതിൽ CPM പ്രവർത്തകരുടെ പങ്ക് കൂടി ഉണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത്. കോൺഗ്രസിൻ്റെ BLA ഈ SIRൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ BLO കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളെ. CPIM ഇടതുപക്ഷ മുന്നണിക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇവരുടെ മേലെ നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത് ഇലക്ഷൻ കമ്മീഷണർക്ക് നേരെയാണ്. അല്ലാണ്ട് ഈ പാവം BLOനെതിരായിട്ട് എന്ത് സമ്മർദ്ദമാണ് ഞങ്ങൾ ചെലുത്തേണ്ടത്? RSS പറയുന്ന BJP പറയുന്ന വേർഷനാണ് പ്രതിപക്ഷ നേതാവിന് പഥ്യം. അതിൻ്റെ ഭാഗമായിട്ട് BJPയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടുള്ളത്. വീട്ടിലുള്ള കുടുംബക്കാർ പറയുന്നു ജോലി സമ്മർദ്ദം കൊണ്ടാണെന്ന്, നാട്ടുകാർ മുഴുവൻ അത് പറയുന്നു. എന്നാൽ ഇപ്പോഴ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പുതിയൊരു കഥയുമായിട്ട് രംഗത്ത് വന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് കേരളത്തിൽ SIR നീട്ടിവെക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് ഇതേ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര കമ്മീഷൻ അത് ചെവിക്കൊണ്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ SIR നടക്കണം എന്ന വാശിയുമായി കമ്മീഷൻ മുന്നോട്ട് പോയി. ഇപ്പോഴിതാ ജോലി സമ്മർദ്ദം മൂലം ഒരു BLO ജീവനൊടുക്കി. 2 BLOമാർ കുഴഞ്ഞു വീണു. ജോലിയിൽ വീഴ്ച കാട്ടി എന്ന് പറഞ്ഞ് ജീവനക്കാർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതേ കാര്യം പറഞ്ഞ് ഉദ്യോഗസ്ഥ വൃന്ദത്തെ ആകെ കമ്മീഷൻ സമ്മർദ്ദത്തിലാക്കുന്നു. കേരളത്തിൻ്റെ ഈ ദുരനുഭവത്തെ നമ്മുടെ രാഷ്ട്രീയ ചേരികൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നത് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇന്നീ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് CPIMന് വേണ്ടി NN കൃഷ്ണദാസ്, കോൺഗ്രസിന് വേണ്ടി റോണി കെ ബേബി, BJPക്ക് വേണ്ടി S നന്ദു, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലായ PDT ആചാരി. PDT ആചാരി, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. താങ്കളോടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് SIR നടത്തുന്നു. അതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. കേരളത്തിൻ്റെ ഈ ആവശ്യത്തെപ്പറ്റി താങ്കൾ എന്തു പറയും? വാസം പറഞ്ഞാൽ ഈ SIR എന്ന് പറയുന്നത് അങ്ങനെ ധൃതി വെച്ച് നടത്തേണ്ട ഒരു കാര്യമേ അല്ല. നമ്മുടെ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്റ്റും പിന്നെ അതിൻ്റെ അണ്ടറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇലക്ടേഴ്സ് രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾസ് എന്നൊക്കെ പറയുന്ന അതിലൊക്കെ പറയുന്നത് വളരെ വ്യക്തമായിട്ട്, അതായത് ഈ SIR നടത്തുന്നത് കാരണം അതിന് സമയമെടുക്കും, പിന്നെ വളരെ കോംപ്രിഹെൻസീവായൊരു എക്സസൈസാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് സമയമെടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് ഇലക്ഷനുമായിട്ട് കൂട്ടി ലിങ്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതിൻ്റെ ആ രീതിയിലാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് ധൃതി വെച്ച് ഇലക്ഷൻ വരുന്ന സ്റ്റേറ്റുകളിലൊക്കെ അവിടെല്ലാം ഇത് SIR നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. അത് ശരിയല്ല, നിയമപരമായിട്ട് തന്നെ ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ. കേരളത്തിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അതിൻ്റെ ഈ സമയത്ത് ഈ മാൻ പവർ വേണമല്ലോ ഇതിന്. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കണമല്ലോ ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ഈ സമയം എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല എന്നുള്ളതാണ്. പക്ഷേ അത് ഇലക്ഷൻ കമ്മീഷൻ അത് പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. താങ്കൾ ഈ മേഖലയിൽ നിന്നുള്ള വിദഗ്ധൻ എന്ന നിലയ്ക്കാണ് ചോദിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് താങ്കളെ നേരിട്ട് വലിച്ചിറക്കാൻ ആഗ്രഹമില്ല. സംസ്ഥാനത്തിൻ്റെ ആവശ്യം, കൂട്ടായ ആവശ്യം, BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികളൊക്കെ കൂടിച്ചേർന്ന് ഉന്നയിച്ച ആവശ്യം നിരാകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഈ സമയത്ത് നിർബന്ധപൂർവം നടപ്പാക്കുന്നു. ഒന്ന് കമൻറ്റ് ചെയ്യാമോ ഇതിൽ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടേതായ ഒരു സ്കീമുണ്ട്. അവർ അതിൽ ഉറച്ചു നിൽക്കുക. അവരങ്ങനെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു രീതി, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ സംസ്ഥാനങ്ങളുടെ ഒരു അഭ്യർത്ഥന സ്വീകരിക്കാനുള്ള ഒരു മൂഡിലല്ല അവർ.
അവർക്കൊരു സ്കീമുണ്ട്, ഒരു പ്ലാനുണ്ട്. ആ പ്ലാനും പദ്ധതിയൊക്കെ അനുസരിച്ച് അവർ മുമ്പോട്ട് നീങ്ങും. പക്ഷേ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ സംസ്ഥാനങ്ങളുടെ മാൻ പവർ ആവശ്യമാണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ എംപ്ലോയീസ് ഒന്നും അല്ലല്ലോ ഈ അവിടെ പ്രവർത്തനം ചെയ്യേണ്ടത്. അതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കേണ്ട ഒരു ഫാക്ടറാണത്. ഇത് ഈ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സമാന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു നിർബന്ധിച്ച് എന്ന് മാത്രമല്ല, ഈ പ്രക്രിയയ്ക്കാകെ വളരെ സങ്കീർണമായ സൂക്ഷ്മമായി ചെയ്യേണ്ട ഈ പ്രക്രിയയ്ക്കാകെ ഒരു 2 ആഴ്ച സമയം മാത്രമാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഗില്ലറ്റിൻ ചെയ്ത് ഇത് ചുട്ടെടുക്കേണ്ട എന്ത് കാര്യമിരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തു പറയും? അതെ, അതാണ് ഈ SIR ഇപ്പോൾ ബീഹാറിൽ നടത്തിയ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഇലക്ഷൻ നടക്കുന്നതിന് ഒരു 1-2 മാസം മുമ്പ് മുതൽ അതിൻ്റെ പരിപാടി ആരംഭിച്ചത്. അപ്പോൾ അത്രയും ധൃതി വെച്ച് ഒരു ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് നടത്തരുത് എന്ന് എല്ലാവരും പറഞ്ഞതാണ്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ അത് പറഞ്ഞതാണ്, ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ്. പക്ഷേ അവരത് അംഗീകരിച്ചില്ല. അത് നമ്മുടെ ഈ നിയമം അനുസരിച്ച് നോക്കിയാൽ, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 അനുസരിച്ച് നോക്കിയാൽ, ഒരു ഇലക്ഷൻ നടക്കുന്നതിന് മുൻപ് നടത്തേണ്ട ഒരു റിവിഷൻ അത് സമ്മറി റിവിഷനെ ആകാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകാവൂ. അതൊരു മാൻഡേറ്ററി പ്രൊവിഷനാണ്. അത് നടത്തിയിരിക്കണമെന്നാണ്. ഇലക്ഷൻ കമ്മീഷന് അത് നടത്തണ്ട എന്ന് പറയാൻ പ്രത്യേകമായ കാരണങ്ങളുണ്ടെങ്കിൽ അപ്പോൾ മാറ്റാം എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അത് മാൻഡേറ്ററിയാണ്. അതായത് ഇലക്ഷന് നടക്കുന്നതിന് മുമ്പ് നടത്തുന്ന റിവിഷൻ എന്ന് പറയുന്നത് അത് സമ്മറി റിവിഷനാണ്. അല്ലാതെ ഇതുപോലുള്ള ഈ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലത്. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ ഒബ്വിയസ്ലി പ്രത്യക്ഷത്തിൽ അത് ആ ഒരു നിയമത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം സ്പെഷ്യൽ ഈ റിവിഷൻ എന്ന് ഇവർ ഉദ്ദേശിക്കുന്ന, ഇൻറ്റൻസീവ് റിവിഷൻ ഉദ്ദേശിക്കുന്നത് അതിന് സമയമെടുക്കുകയും അത് വളരെ വ്യാപകമായ രീതിയിൽ എല്ലാ വീടുകളിലും സന്ദർശിക്കുകയും ലിസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്യുകയും അതിനുശേഷം ആളുകൾ ഏതെങ്കിലും വോട്ടേഴ്സിനെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ, ഒഴിവാക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ അതിനു മുമ്പ് ഈ ഒഴിവാക്കപ്പെടാൻ പോകുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുകയും അവരുടെ വാദം, അവരുടെ ഭാഗം കേൾക്കുകയും അതിനുശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെല്ലാം സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 2 കോടി അല്ലെങ്കിൽ 3 കോടി ജനങ്ങൾ ഇടയ്ക്ക് ഒരു 10-20 ലക്ഷം ആൾക്കാരെ മാറ്റുന്നു എന്ന് വെച്ചു. ആ 20 ലക്ഷം ആൾക്കാരോടും ചോദിച്ച് അവർ ഭാഗം കേട്ട് അതിനുശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇതിനെ 1 മാസം 2 ആഴ്ച കൊണ്ട് പറ്റുന്ന കാര്യമായതൊക്കെ. ആചാരി സാർ, താങ്കൾ നേരത്തെ പരാമർശിച്ചതുപോലെ ഒരു BLO നമുക്ക് മുന്നിൽ ജീവനൊടുക്കി അദ്ദേഹത്തിൻ്റെ സംസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒപ്പം തന്നെ BLOമാരായ നമ്മുടെ 2 സഹോദരങ്ങൾ ഈ തൊഴിൽ സമ്മർദ്ദം താങ്ങാനാവാതെ തൊഴിലിടത്തിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ ബോധം കെട്ട് വീണ് അവർ ആശുപത്രിയിലായിരിക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരത്തിലുള്ള അധികാരങ്ങളുണ്ട് ഇത് നടത്താൻ, ഒരു തർക്കവുമില്ല, ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ ഇത് കുറെ കൂടി കാരുണ്യത്തോടെ, കുറെ കൂടി മനുഷ്യപ്പറ്റോടുകൂടി ലളിതമായി ചെയ്തുകൂടെ? നമുക്ക് വളരെ സമഗ്രമായി ചെയ്ത പട്ടികയുണ്ട്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലെ പട്ടികയോ മറ്റോ ആക്കി ചെയ്തുകൂടെ? 2002 ഒരു പട്ടികയെ ആസ്പദമാക്കി ഇത് ചെയ്യുന്നു. മാത്രമല്ല നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും കൂടി ഒരു പട്ടിക, പഞ്ചായത്തിന് വേറൊരു പട്ടിക, ഇതെല്ലാം കൂടി ഒറ്റ പട്ടിക ആക്കിയാൽ പോലെ ഈ തലവേദനയോ ഈ തൊന്തരവോ ഉണ്ടോ? അല്പം സ്നേഹം കമ്മീഷന് കാണിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആളുകൾ. എന്തു പറയും? അല്ല, അത് പൊതുപട്ടിക അതിപ്പോൾ അസംബ്ലി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകൾക്കാണ് പൊതുപട്ടിക നിയമം അനുസരിച്ചുള്ളത്. ഭരണഘടന അനുസരിച്ചും അത് തന്നെയാണ്. പിന്നെ ലോക്കൽ ബോഡീസിൻ്റെ പ്രത്യേകമായ ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ലത്. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ സിമ്പിളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സിമ്പിളായിട്ടുള്ള പ്രക്രിയയാണ്. ഇതിപ്പോൾ ഒരു വീട്ടിൽ ഇത് ഒരു BLO, ഒരു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ വരുന്നു, വന്ന് കാര്യങ്ങൾ ചോദിച്ച് അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നു, പോകുന്നു. അതെല്ലാം സിമ്പിളായ ഓപ്പറേഷൻസാണ്. പിന്നെ പ്രശ്നം വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ്. ഇവർ 2003 ശേഷമുള്ള
ഉള്ള എല്ലാ ആളുകളുടെയും സിറ്റിസൺഷിപ്പ് അവർ അന്വേഷിക്കുന്നു. 2003 ശേഷം ഈ ലിസ്റ്റിലുള്ള ഇലക്ടറൽ ലിസ്റ്റിലുള്ള ആളുകളുടെയൊക്കെ അവർ ഇത് അന്വേഷിക്കുന്നുണ്ട്, സിറ്റിസൺഷിപ്പിൻ്റെ റെക്കോർഡ് കാണിക്കാൻ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണിക്കാൻ. അങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കണമല്ലോ. ബീഹാറിൽ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണ് 47 ലക്ഷം ആൾക്കാരെ അവരവിടെ നിന്ന് മാറ്റിയത് ഈ വോട്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ നിന്ന്. 47 67 മറ്റോ ആണ് ആദ്യം, 65 ലക്ഷം ആൾക്കാരെ മറ്റുമാണ് ഇവർ മാറ്റിയത് ആദ്യം. അതിനുശേഷം പിന്നെയാണ്ട് 20 ലക്ഷം ആൾക്കാരെ തിരിച്ച് ഇതിനകത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 47 ലക്ഷമാണ് അവസാനത്തിൽ അവർ പറഞ്ഞ കണക്ക്. എന്ന് പറഞ്ഞതുപോലെ അതൊരു പാറ്റേൺ ആണെങ്കിൽ ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ പാറ്റേൺ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ആളുകൾ ധാരാളമായിട്ട് ഈ ലിസ്റ്റിൻ്റെ വെളിയിൽ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു എക്സസൈസ് ഈ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടും 3 ആഴ്ച കൊണ്ടൊക്കെ എങ്ങനെയാണ് നടത്തിയെടുക്കാൻ പറ്റുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നടക്കില്ല. അതിനകത്തൊരു ആർബിട്രറിയായ ഒരു രീതി അതിനകത്തുണ്ടാവും എന്നുള്ള ഒരു പേടിയാണ് എല്ലാവർക്കും ഉള്ളത്. വളരെ നന്ദി ആചാരി സാർ. താങ്കൾ 10 മിനിറ്റ് ഞങ്ങളോടൊപ്പം ചേരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളോടൊപ്പം ചേർന്ന് ഇങ്ങനെയുള്ള ചിന്തകൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഞാൻ മറ്റ് അതിഥികളിലേക്ക് വരികയാണ്. ആദ്യം കേന്ദ്ര ഭരണകക്ഷിയുടെ പ്രതിനിധിയായി ഇവിടെ ഇരിക്കുന്ന നന്ദുവിലേക്ക് തന്നെ വരട്ടെ. നന്ദു, എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്? നമുക്ക് പട്ടിക വേണം. SIR എങ്കിൽ SIRലൂടെ തന്നെ അതുണ്ടാകണം. അത് ഈ സമയത്തു നിന്നും മാറ്റിവെക്കാൻ ഈ കേരളം ഒറ്റക്കെട്ടായി എന്ന് പറയുന്നത് പോലെ ആവശ്യപ്പെട്ടു. അത് നടക്കുന്നില്ല. അത് ഇതിൻ്റെ ഇടയിൽ തന്നെ നിർബന്ധിച്ച് നടത്തുന്നു. ഉദ്യോഗസ്ഥ വൃന്ദത്തെയാകെ അതീവ സമ്മർദ്ദത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നു. അതിൻ്റെ ഫലമായി ദുരന്തങ്ങളുണ്ടാകുന്നു. ആളുകൾ ജീവനെടുക്കുന്നു, കുഴഞ്ഞു വീഴുന്നു, അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവസാനത്തെ ആളെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് അവിടെ നിന്ന് മാറ്റുന്നു എന്നാണ് കേട്ടത്. ഈ ഒരു രീതിക്കെതിരെയെങ്കിലും പ്രതികരിക്കാൻ, കുറച്ചുകൂടി കാരുണ്യത്തോടു കൂടി ഇത് നടപ്പാക്കാൻ കേന്ദ്ര ഭരണകക്ഷി എന്ന നിലയ്ക്ക് BJPക്ക് ആവശ്യപ്പെടാനാവുമോ? എന്താണ് താങ്കൾ പറയുക? അല്ല, താങ്കൾ ഇതിനകത്ത് ഈ SIR എന്ന് പറയുന്ന നടപടിക്രമത്തെ തന്നെയാണ് നിങ്ങൾ എതിർക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കിതിനകത്ത് നിങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു അജണ്ട പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് വളരെ നിഷ്പക്ഷമായി ഇന്ന് കളക്ടർ തന്നെ പറഞ്ഞിരിക്കുന്ന ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ ജനങ്ങളുടെ മുൻപാകെ അവർ മാധ്യമ പ്രസ്താവനയായി തന്നെ മുൻപോട്ട് വച്ചിട്ടുണ്ട്. നിങ്ങളീ പറയുന്ന ജോലിഭാരമൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണിയോ സമ്മർദ്ദമോ അദ്ദേഹത്തിന് തൊഴിലിടത്തിൻ്റേതായിട്ടുള്ള ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണം എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പാർട്ട് 18 പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ പാർട്ട് 18 BLO ആയിരുന്ന അദ്ദേഹത്തിന് 1065 ഫോമുകളാണ് കൊടുക്കാനുണ്ടായിരുന്നത്, അല്ലെങ്കിൽ വോട്ടർമാരെയാണ് കാണേണ്ടിയിരുന്നത്. അതിൽ 825 പേരും നവംബർ മാസം 16 മുൻപ് തന്നെ അദ്ദേഹം കൊടുത്തു തീർക്കുകയും അതിൽ 240 പേർക്ക് ഫോം അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണത്തിൽ അതിനാകെ അദ്ദേഹത്തിനെ അന്ന് രാവിലെ മരിക്കുന്നതിന് തൊട്ട് മുൻപ് സംസാരിക്കുന്ന സമയത്തും അവിടുത്തെ ഉദ്യോഗസ്ഥയോട് പറഞ്ഞത് എനിക്കിനി ആകെ 30 മുതൽ 50 വരെ ഫോമുകളാണ് ഇനി കൊടുക്കാനുള്ളത്, അത് എന്നെ കൊണ്ട് കൊടുത്തു തീർക്കാൻ സാധിക്കും, എന്തെങ്കിലും തരത്തിലുള്ള സഹായം വേണമോ, മറ്റാരുടെയെങ്കിലും സഹായം വേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് ആ ഉദ്യോഗസ്ഥയോട് പറഞ്ഞു എന്നാണ് കളക്ടർ തന്നെ ഈ പ്രസ്താവനയിൽ പരാമർശിക്കുന്നത്. അതുതന്നെയാണ് പല മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ സംസാരിച്ചിട്ടുള്ള ഷൈജു എന്നാണ് ഞാൻ ഓർക്കുന്ന, അദ്ദേഹത്തിൻ്റെ പേര് ഷൈജു എന്നാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് 30 ഫോം മാത്രമാണ് ഇനി അവന് കൊടുക്കാനുണ്ടായിരുന്നത്, പക്ഷേ ആ കൊടുക്കണം, അതും കൂടി കൊടുക്കാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതിൽ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ എൻ്റെയൊക്കെ നാട്ടിലെ BLOമാരെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏതാണ്ട് ഒരു 90% പ്രവർത്തനം പൂർത്തിയാക്കി അത് 100% കടക്കാൻ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഏൽപ്പിച്ച പണികളെല്ലാം വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് എവിടെയാണ് ഈ തൊഴിലിടത്ത സമ്മർദ്ദം അല്ലെങ്കിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെയും ഇലക്ഷൻ കമ്മീഷനുകളുടെയും സമ്മർദ്ദം എവിടെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കിയൊരു സമ്മർദ്ദമില്ല. ഇതുകൊണ്ട് സമ്മർദ്ദമില്ല. അല്ല, അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നതിനിടെ തന്നെ ഇത് തുടരട്ടെ, ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതാണോ താങ്കളുടെ രാഷ്ട്രീയ കക്ഷിയുടെ നിലപാട്? എനിക്ക് മനസ്സിലാവാത്തൊരു, താങ്കൾ ഈ വാദം ഉന്നയിക്കുമ്പോൾ താങ്കൾക്കും എനിക്കും ബോധ്യമുള്ളൊരു കാര്യമുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ പ്രക്രിയയിൽ ഒരിടത്തും
പ്രശ്നമില്ല, പറയുന്ന പ്രശ്നമില്ല. Okay. BLO മാർക്ക് യാതൊരു വിധത്തിലുള്ള Okay, റോളും complete, ഇല്ല. complete, complete. അങ്ങനെ റോളും ഇല്ലാത്തൊരിടത്ത് അദ്ദേഹത്തിന് അതിലേക്ക് കൊണ്ടുവന്ന് ക്ലബ്ബ് ചെയ്യുന്നതിന് പിന്നിലെ രാഷ്ട്രീയം ഓക്കെ, എന്താണെന്ന് രാഷ്ട്രീയമാണ് പൊതുജനത്തിന് കൃത്യമായി രാഷ്ട്രീയമാണ് മനസ്സിലാവും. രാഷ്ട്രീയമാണ് താങ്കളുടെ നിലപാടാണത്. റോണി കെ ബേബി, താങ്കളുടെ രാഷ്ട്രീയ കക്ഷി കോൺഗ്രസ് ഇതിന് സമാന്തരമായി ഇങ്ങനെ ഈ അന്വേഷണം ഈ SIR മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരാണ് സർവകക്ഷി യോഗത്തിൽ ആ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഫലം എന്ന് മനസ്സിലാക്കാവുന്ന തരത്തിൽ, വായിക്കാവുന്ന തരത്തിൽ BJPയുടെ പ്രതിനിധി അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും അങ്ങനെയാണത് പരക്കെ വായിക്കപ്പെടുന്നത്. ഒരാൾ ജീവനൊടുക്കിയിരിക്കുന്നു. അങ്ങ് രാജസ്ഥാനിലും ഒരാൾ ജീവനൊടുക്കിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരാൾ ജീവനൊടുക്കിയിരിക്കുന്നു, 2 പേർ കുഴഞ്ഞു വീണ ആശുപത്രിയിലായിരിക്കുന്നു. ആ പ്രക്രിയ ഈ പറഞ്ഞ വേഗത്തിൽ പൂർത്തിയായിട്ടില്ല, എല്ലാവരും തൊഴിൽ സമ്മർദ്ദത്തിലാണ് എന്ന മട്ടിൽ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോകണം എന്നൊരു അഭിപ്രായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടോ? താങ്കളുടെ രാഷ്ട്രീയ കക്ഷിയുടെ ഒരു നിർദ്ദേശം എന്ന നിലയ്ക്ക് ഇതൊന്നും മാറ്റിവെക്കണം, ഇതിൻ്റെ വേഗതയൊന്നും കുറയ്ക്കണം, ഇതിൻ്റെ അന്തിമ തീയതി അല്പം നീട്ടിവെക്കണം എന്നൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കാൻ താങ്കൾക്ക് കഴിയുമോ? ഇവിടെ അന്തിമ തീയതി നീട്ടിവെക്കണം എന്നല്ല ഞങ്ങളുടെ അഭിപ്രായം. ഈ SIR തന്നെ വേണ്ട എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അസന്നിഗ്ധമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട്. ഇപ്പോൾ SIR എന്ന ഓമന പേരിൽ നമ്മളിപ്പോൾ നടപ്പാക്കുന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, ഇന്ത്യ മഹാരാജ്യത്ത് 2002 മുമ്പ് 8 തവണ ഇതുപോലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടുണ്ട്. അന്നൊന്നും ആരും ഇതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്തിട്ടില്ല. അതൊരു സ്വാഭാവിക പ്രക്രിയയായി. കാരണം 2 തെരഞ്ഞെടുപ്പുകൾക്കിടയിലുള്ള സമയം 5 വർഷമാണ്. ആ 5 വർഷത്തിനിടയിൽ ഒരുപാട് സമയമെടുത്ത് പരാതികളൊക്കെ കേട്ട് വളരെ സത്യസന്ധമായി സുതാര്യമായി ആർക്കും ഒരു സമ്മർദ്ദവുമില്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ ഇത് നടപ്പാക്കി. പക്ഷെ ഇപ്പോൾ ഈ 2025 വന്നപ്പോൾ ഇത് നടപ്പാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും എതിർപ്പ് ഇതിനെതിരെ ഉയരുന്നത്? കാരണം ഇതിന്റെ അകത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകൾ കടന്നുകൂടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസങ്ങൾക്ക് മുമ്പ് SIR ആരംഭിക്കാൻ വേണ്ടി, കൃത്യമായി പറഞ്ഞാൽ 2025 ജൂൺ മാസം 24-ാം തീയതിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഈ SIR നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അത് ആദ്യം ബീഹാറിൽ തുടങ്ങി. ഇപ്പോൾ നമുക്കറിയാം അത് സുപ്രീം കോടതിയിൽ പലതവണ ചോദ്യം ചെയ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തി സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം സാധാരണക്കാരന്റെ കയ്യിലുള്ള അവന്റെ തെളിവുകളായിട്ടുള്ള ആധാർ കാർഡും റേഷൻ കാർഡ് പോലും ആദ്യം അംഗീകരിക്കാത്ത അവസ്ഥയുണ്ടായി. ഒഴിവാക്കപ്പെടുന്നവരുടെ പേര് ഇലക്ഷൻ കമ്മീഷൻ ആദ്യം പ്രസിദ്ധീകരിക്കില്ല എന്ന നിലപാടെടുത്തു. അവസാനം സുപ്രീം കോടതി എന്ത് കാരണത്താലാണ് അതെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം, എന്ത് കാരണം കൊണ്ടാണ് ആരെയൊക്കെയാണ് ഒഴിവാക്കിയത് എന്ന് അവരുടെ പേരുകൾ സഹിതം എന്നൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ടും അവിടെ നടപ്പാക്കിയ SIR സുതാര്യമായിരുന്നില്ല. 48 ലക്ഷത്തോളം ആളുകൾ അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്ത് ഇപ്പോൾ 1.5 വർഷം പിന്നിട്ടപ്പോൾ 48 ലക്ഷം ആളുകൾ തന്നെ മരണപ്പെട്ടു പോയി, അല്ല തലമാറിപ്പോയി എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും വിശ്വാസയോഗ്യമല്ല. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം കണ്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മഹാസഖ്യം വിജയിച്ച 75 സീറ്റുകൾ ഇത്തവണ പരാജയപ്പെട്ടു. ആ 75 സീറ്റുകളിൽ ഈ വിന്നിംഗ് മാർജിനേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ BJPയുടെ മുന്നണി സ്ഥാനാർത്ഥികൾ ജയിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് അവിടെ SIR റോണി കെ ബേബി, ആ വിശദാംശങ്ങളിലേക്ക് പോകാതെ ഇപ്പോൾ ഇവിടെ അത് മാറ്റിവെക്കണം എന്നാണ് താങ്കളുടെ രാഷ്ട്രീയ കക്ഷിയുടെ, ഇത് നടപ്പാക്കരുത് എന്നാണ് താങ്കളുടെ രാഷ്ട്രീയ കക്ഷിയുടെ അഭിപ്രായം, അതിൽ സംശയമില്ല. പക്ഷെ അത് ആരംഭിച്ചിരിക്കുന്നു. അത് 2 ആഴ്ച അതിന് സമയം കൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കിയതിൻ്റെ എന്ന് കരുതാവുന്ന വിധത്തിലുള്ള സാമൂഹ്യ ദുരന്തങ്ങൾ നമുക്ക് മുന്നിൽ സംഭവിക്കുന്നു. അത് മാറ്റിവെക്കാനുള്ളൊരു ചർച്ചയാണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത്. ആ നിലപാട് അവിടെ നിൽക്കട്ടെ, അതിലേക്കൊന്ന് വരൂ. ഈ കമ്മീഷൻ ഇപ്പോൾ എന്ത് ചെയ്യണം? കമ്മീഷന് മുമ്പാകെ നമ്മുടെ സമൂഹത്തിൻ്റെ, കേരളീയ സമൂഹത്തിൻ്റെ ആവലാതികൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ രാത്രി കോൺഗ്രസിൻ്റെ ശബ്ദം എന്തായിരിക്കും? ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് ഇപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഏകദേശം 35,000-ഓളം BLOമാരാണ് കേരളത്തിലെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്. നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ജോലി ചെയ്തിരുന്നത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ അംഗൻവാടി ടീച്ചർമാര്, ആശാ വർക്കർമാര്, അല്ലെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട നമുക്കറിയാം ഈ പറയുന്ന ആളുകളായിരുന്നു. അവർക്ക് ഓരോ വീടുകളും കൃത്യമായിട്ട് അറിയാം. കാരണം ഈ ആശാ വർക്കർമാരൊക്കെ കൃത്യമായി തന്നെ എല്ലാ ദിവസവും എന്നവണ്ണം തന്നെ ഈ വീടുകളിലൊക്കെ എത്തും. ആ വീടിന്റെ വിശദാംശങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അവരെ എല്ലാം ഇതിനകത്ത് ഒഴിവാക്കി, അംഗൻവാടി ടീച്ചർമാരെയും എല്ലാം ഒഴിവാക്കിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ,
ഞാൻ പഠിപ്പിക്കുന്ന എന്റെ കോളേജിലെ തന്നെ ഏകദേശം 10ഓളം ജീവനക്കാര് ഈ BLO ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. അവരൊന്നും ആഗ്രഹിച്ചെടുത്തതല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അവര് പോലും താമസിക്കുന്ന ബൂത്തുകളിലല്ല അവർക്ക് BLOയുടെ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത്. അവര് താമസിക്കുന്ന ബൂത്തുകളിൽ നിന്നും കുറെ മാറി ഒരു പരിചയമില്ലാത്ത ബൂത്തുകളിൽ അവർക്ക് BLO ഡ്യൂട്ടി കിട്ടിയിരിക്കുക. അവർക്ക് ഈ വീടുകൾ എവിടെയാണെന്ന് അറിയില്ല, ഈ വീട്ടിലുള്ള ആളുകൾ ആരാണെന്ന് അറിയില്ല, അവിടെ താമസിക്കുന്ന ആളുകൾ ആരാണെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് വലിയ ഇത് ഞാൻ വളരെ സത്യസന്ധമായി പറയുക, ഞാൻ അവരിൽ നിന്നും ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചോ ചാനലിലെ വാർത്തകൾ കേട്ടോ അല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്റെ കൂടെയുള്ള എന്റെ സഹപ്രവർത്തകർ അവർ പങ്കുവെച്ച്, കാരണം ഒന്ന് അവർ ചോദിച്ചിട്ടല്ല BLO ജോലി നൽകിയത്. പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യണം ആ നിർദ്ദേശത്തിലേക്ക് വരും. ഇത് വളരെ കൃത്യമായി തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മൾ ഭരണഘടനയ്ക്കോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യത്തിന് ഇത് മാറ്റിവെക്കണം. ഇത് ഉചിതമായ സമയമല്ല. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണ്. BJPയുടെ താല്പര്യം പ്രകാരം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതിനേക്കാൾ നമ്മൾ പറയേണ്ടത് ഭാരതീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുക. ഇപ്പോൾ BJP ഏതാണ്? വരാം കൃഷ്ണദാസ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കൾ CPIMന്റെ പ്രതിനിധിയാണ്. BJPയുടെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നു ഈയൊരു ചർച്ചയുടെ ആ മൊത്തം ആശങ്ക തന്നെ അസ്ഥാനത്താണ്, ഒരു കുഴപ്പവുമില്ല, അതിപ്പോൾ ഇങ്ങനെ നടന്നാൽ മതി, അതുകൊണ്ടൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നു ഈ SIR തന്നെ നടപ്പാക്കരുത് എന്നാണ് തങ്ങളുടെ നിലപാട്, അതിനാകെ രാഷ്ട്രീയ ദുരുദ്ദേശമാണ് ഉള്ളത്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ണിൽ വെച്ചുകൊണ്ടുള്ള ഇടപെടൽ തന്നെയാണ് അത് എന്ന്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അത് നിർബന്ധിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ 2 ആഴ്ച മാത്രം സമയം വെച്ചിരിക്കുന്നു. അതിൻ്റെ സമ്മർദ്ദത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം നിൽക്കുന്നു, അതിൻ്റെ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ CPIMന് എന്തു പറയാനുണ്ട്? ഇത് നടപ്പാക്കരുത് എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ, അത് നടപ്പാക്കി തുടങ്ങി, ഈ ദുരന്തമുണ്ടായപ്പോൾ എന്താണ് പറയാനുള്ളത്? കൃഷ്ണദാസ്. എനിക്ക് 3 കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. ചന്ദ്രശേഖരൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ആദ്യം തന്നെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ SIR പ്രവർത്തനം നിർത്തിവെക്കുകയാണ് ഇപ്പോൾ പെട്ടെന്ന് വേണ്ടത്. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെയെങ്കിലും, അത് കഴിയുന്നത് വരെയെങ്കിലും ഇത് നിർത്തിവെക്കണം. ഒരത്യാപത്വം അതുകൊണ്ട് വരാനില്ല, അതുകൊണ്ട് നമ്മുടെ ഡെമോക്രസിക്ക് ഒന്നും വരാനില്ല. അടിയന്തരമായിട്ട് ഇത് നിർത്തിവെക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ റിപ്പബ്ലിക്കാണ്. ഈ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, വേറെ അതിൻ്റെ ആന്തരിക കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ലെങ്കിലും റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറ്റ വാചകത്തിൽ തന്നെ പറയുന്നത് ഇവിടുത്തെ ഭരണാധികാരികളെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കണം. അതാണ് റിപ്പബ്ലിക്കിൻ്റെ വ്യവസ്ഥ. അപ്പോൾ നമ്മുടെ രാജ്യത്താണെന്നുണ്ടെങ്കിൽ ഫെഡറൽ റിപ്പബ്ലിക് ആയതുകൊണ്ട് യൂണിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പിന്നെ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമപ്രകാരം സംസ്ഥാനങ്ങളിലുള്ള ഈ തദ്ദേശ സ്വയംഭരണങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ആണ് അതിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നിർഭയമായിട്ടും വൃത്തിയോടുകൂടിയും ചിട്ടയോടുകൂടിയും നടത്താൻ ഭരണഘടന ഏൽപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെയാണ്. RP ആക്ട് പ്രകാരം, RP ആക്ട് 1950, അതിൻ്റെ അമെൻമെൻറ്റ് 1960 ഇലക്ഷനിൽ വന്നിട്ടുള്ള ചില ഭേദഗതി കൂടി വന്നിട്ട് സമയാസമയങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെയാണ് ഭരണഘടന ഇങ്ങനെ ജനങ്ങളെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം എന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെമോക്രസിയുടെ ഒരു ഐക്കൺ വാസ്തവത്തിൽ ഇലക്ഷൻ കമ്മീഷനാണ്. ഇപ്പോൾ ഡെമോക്രസിയുടെ ഐക്കൺ ആയിരിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ദ മോസ്റ്റ് അൺഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്നു ഇന്ത്യ രാജ്യത്ത് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. എന്തിനാണ് ഇങ്ങനെ ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കി ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവിടെ ഒരു ഭാഗത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നു, അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് അത് ചെയ്യുന്നത്. പക്ഷേ ജീവനക്കാർ മുഴുവൻ അതിലും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ജീവനക്കാരെയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ തെരഞ്ഞെടുപ്പിൻ്റെ ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടി ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ തന്നെയാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഈ BLOമാരായിട്ടുള്ള 10,000 ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ ഇതിലും ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ തൽക്കാലം നടത്താതിരുന്നാൽ എന്ത് ആകാശം ഇടിഞ്ഞു വീഴാൻ പോണത്? ഇത് കഴിഞ്ഞിട്ട് മതി ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ SIR എന്ന് പറയുന്നത് നേരത്തെ PDT ആചാരി പറഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. എന്തിനാണ് ഇങ്ങനത്തെ ഒരു തീവ്ര വോട്ടർ പരിശോധന, പുനഃപരിശോധന? വോട്ടർ പട്ടിക വെറും പരിശോധനയല്ല, തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന. അതിപ്പോൾ അത്യാപത്തായിട്ട് നടത്തേണ്ട ഒരു കാര്യം എന്താ? നമ്മുടെ രാജ്യത്തെ RP ആക്ട് പ്രകാരം പൗരസമൂഹത്തിന് മുഴുവൻ വോട്ടവകാശമുണ്ട്. RP ആക്ട് പ്രകാരം
പൗരന്മാരും മുഴുവൻ പൗരസമൂഹം മുഴുവൻ വോട്ടർ പട്ടികയിൽ വരണം. ഇതിലെ ഒരു അടിസ്ഥാന പ്രശ്നം വരുന്നത് പൗരത്വം നിശ്ചയിക്കാനുള്ള അധികാരം ആർക്ക് ഇലക്ഷൻ കമ്മീഷനുണ്ടോ? പൗരത്വം ഒരാൾ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷന് ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടില്ല. പൗരന്മാർക്ക് വോട്ടർ പട്ടികയിൽ പേര് കൊടുക്കാൻ മാത്രമേ ഇലക്ഷൻ കമ്മീഷന് അവകാശമുള്ളൂ. ഒരാളുടെ പൗരത്വം എന്ത് എന്ന് തെളിയിക്കാനുള്ള ആധികാരിക രേഖ പുറത്തുവിടേണ്ടത് ഹോം മിനിസ്ട്രിയാണ് ഇന്ത്യ രാജ്യത്തിലെ. ഈ നിമിഷം വരെ നമ്മുടെ രാജ്യത്തിലെ പൗരത്വം തെളിയിക്കാനുള്ള രേഖ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഹോം മിനിസ്ട്രി പുറത്തുവിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ്, ഏത് അടിസ്ഥാനത്തിലാണ് ഇതിവർക്ക് പറയാൻ സാധിക്കുക? അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യമേറെയാണ്. നേരത്തെ ആ ഒരു കാര്യത്തിൽ ഞാൻ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കല്ല. ഞങ്ങളുടെ മുൻകൂട്ടി പ്രഖ്യാപിച്ച നിലപാട് തന്നെ അതാണ് CPIM-ൻ്റെ. ഇത് സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്യുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നീക്കമാണ് ഇപ്പോൾ ഈ SIR ഇവിടെ നടപ്പാക്കുന്നത്. ബീഹാറിൽ നമ്മൾ കണ്ടു. സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അവരത് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. 45 ലക്ഷം ആൾക്കാരുടെ വോട്ട് പോയി. ആരുടെ വോട്ടാണ് നിങ്ങൾ കളഞ്ഞത്? എന്തൊക്കെയാണ് അവരുടെ വോട്ട് കളയാനുള്ള കാരണം? ഇത് വ്യക്തമാക്കണമെന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ സുപ്രീം കോടതിയോട് പോലും ഇവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ നിർത്തിവെക്കണം. ഇങ്ങനത്തെ ഒരു അത്യാപത്ത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ടില്ല. വിശേഷിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിയണവരെ ഈ പ്രവർത്തനമൊക്കെ നിർത്തിവെക്കണം. പിന്നെ SIR-നെ തന്നെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള അത് പുതുക്കുകയാണ് ചെയ്യേണ്ടത്. വോട്ടർ പട്ടികയെ പുതുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ SIR-ൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ ഇവിടെ അത്യാപത്തില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്, നമ്മുടെ മണ്ഡല പുനഃക്രമീകരണമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ സെൻസസ് എടുക്കണം. സെൻസസ് എടുത്തിട്ടില്ല, ഇതുവരെ കന്യാകുമാരി എടുത്തിട്ടില്ല. അത് അവർ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സെൻസസ് നടത്താത്ത ഒരു രാജ്യത്താണ് ഈ SIR എന്നുള്ള പേരിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ CPIM കേസിന് പോയിട്ടുണ്ട്. ഞങ്ങളുടെ റിട്ടുണ്ട്. ഞങ്ങളിത് നിർത്തിവെക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ആവശ്യമില്ല, ഇപ്പോൾ അത്യാവശ്യമില്ല നമ്മുടെ രാജ്യത്ത്. ഇതാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. സുപ്രീം കോടതിയിലേക്ക് കേരളം പോവുകയാണ്. മറ്റ് ചിലരും അങ്ങനെയുള്ള അപേക്ഷയുമായി പോകുന്നുണ്ട്. സുപ്രീം കോടതി ഇത് പരിഗണിക്കുമായിരിക്കും. നേരത്തെ ഹൈക്കോടതി പറഞ്ഞത് സുപ്രീം കോടതിയോട് പറയൂ എന്നാണ്. സുപ്രീം കോടതി പരിഗണിക്കുമായിരിക്കും. ആ വിഷയം അതവിടെ നിൽക്കട്ടെ, കോടതിക്ക് മുമ്പിലാണല്ലോ. പക്ഷേ ഞാൻ നന്ദുവിലേക്ക് വീണ്ടും വരികയാണ്. ഇതിപ്പോൾ നിർത്തിവെക്കുകയാണ് വേണ്ടത്. ഈ സമയത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഇത് നടത്തരുത് എന്ന് ഇവിടുത്തെ ഭൂരിപക്ഷം രാഷ്ട്രീയ കക്ഷികളും പറയുമ്പോൾ പൊതുജനം ആ വികാരം പങ്കിടുന്ന ഒരു സമയത്ത് ഇത് നിർത്തിവെക്കുകയാണ് നല്ലത് എന്ന ആവശ്യം ഉയരുന്നു. ഇത് ഇപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം വ്യാപൃതമായിരിക്കെ തന്നെ നടത്തിയേ തീരൂ എന്നൊരു നിലപാട് അത് സാധൂകരിക്കാവുന്നതാണോ? അതിൽ ഒരഭിപ്രായം. ഇതിനകത്ത് CPM-ൻ്റെ വേവലാതി കാണുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് തോന്നുന്നത്. കാരണം ഈ പറയുന്നത് പോലെ ചന്ദ്രശേഖരൻ ഞാനാണോ പറയണത്? അല്ല, ഞാൻ നന്ദുവിനോട് ചോദിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്. കൃഷ്ണാസ് ഇപ്പുറത്ത്. CPM-ൻ്റെ ഒരു നയം SIR നിർത്തലാക്കണം. അതുപോലെ അത് ഒരു കാരണവശാലും ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നടത്തരുത്. ഇതാണ് CPM പ്രധാനമായി ആവശ്യപ്പെടുന്നത്. അത് നടത്താം എന്നുള്ളതിന് എന്തെങ്കിലും വാദമുണ്ടെങ്കിൽ നടത്തണം, നടത്തിയേ തീരൂ എന്നതിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് പറയൂ. അതായത് ഈ തദ്ദേശ സ്വയംഭരണം അദ്ദേഹം അതിനകത്ത് പറഞ്ഞ ന്യായങ്ങൾ, ഒരുപാട് ന്യായങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിനകത്ത് 1-2 കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുൻപാകെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുൻപാകെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അതിനകത്ത് ഒരുപാട് ഗവൺമെൻറ് ഓഫീസ്, ഈ പറയുന്ന 38,000 BLO-മാർക്കും ഔദ്യോഗികമായി നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ യാതൊരുവിധ സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു പ്രക്രിയയിലും അവരില്ല എന്നുള്ളത് കേന്ദ്ര ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം, ഈ ചർച്ചയിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് വസ്തുത എന്നിരിക്കെ അവരാകെ ഈ ഒരു പ്രവർത്തനം മാത്രമാണ് നോക്കുന്നത് എന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തിനാണ് CPM-നും കോൺഗ്രസിനും ഇത്തരത്തിലുള്ളൊരു വെപ്രാളം ഈ പറയുന്ന വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ നിർത്തിവെക്കണം എന്നുള്ള ഈ ആവശ്യം എന്തിനാണ്, എന്തൊളിച്ചു വയ്ക്കാനാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു സംശയം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, CPM-ൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അത് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പോൾ CPM എന്ത് പറഞ്ഞാലും അതിനെല്ലാം സിന്ദാബാദ് വിളിക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞില്ല എങ്കിൽ പോലും തിരുവനന്തപുരത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹം ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് തന്നെ
ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ അടക്കം വോട്ടുകൾ വെട്ടിമാറ്റുന്ന ഇടതുപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള കള്ളവോട്ട് ചേർക്കലും അതുപോലെ തന്നെ മറ്റ് ഇതര വോട്ടുകൾ വെട്ടിമാറ്റുന്ന നിലപാടും സ്വീകരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് കോൺഗ്രസ് പോലും CPM-ന് വേണ്ടിയിട്ടുള്ള ചില പ്രചാരവേലകളുടെ ഭാഗമാകുന്നത് അത്യന്തം ദുഃഖകരമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ അതിനെ പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കുന്നു. അതിനെ പരിശോധിക്കേണ്ട സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം നിയന്ത്രിക്കുന്ന ആളുകളും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കണം. നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കണമെന്ന് പറയുന്നവർ പോലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നില്ല, അതിന് ഞാൻ നോക്കുന്നില്ല. ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും വേവലാതി കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അവർ അനുഭവിച്ചു പോയിരുന്ന അവരുടെ ബൂത്ത് പിടിക്കലും കള്ളവോട്ട് ചേർക്കലും കള്ളവോട്ട് ഇടലും അതൊന്നും ഇനി അങ്ങോട്ട് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു ഭയം CPM-നെ അതുപോലെ തന്നെ കോൺഗ്രസിനെ വേട്ടയാടുന്നുണ്ട്. ആ വേട്ടയാടലാണ്, ആ ഭയമാണ് CPM-നെയും കോൺഗ്രസിനെയും ഇപ്പോൾ ഇത് നിർത്തിവെച്ചേ പറ്റുള്ളൂ എന്നുള്ള നിലയിലേക്ക് ഒരു പാവപ്പെട്ടവന്റെ മരണത്തെ പോലും അത്തരത്തിൽ രാഷ്ട്രീയമായി ചിത്രീകരിക്കുന്ന പിന്നിലുള്ള രഹസ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ ഒരു മിനിറ്റ് ഇവിടെ നടമാടുന്ന താങ്കൾ പ്രയോഗിച്ച കടുത്ത വാക്കുകൾ ഒക്കെ ബൂത്ത് പിടുത്തം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാകാതിരിക്കാൻ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമായി ഇത് നടത്തിയാൽ മാത്രമേ കഴിയുള്ളൂ എന്നുണ്ടോ? അത് കഴിഞ്ഞാൽ ഇത് നടപ്പാക്കാൻ പറ്റൂലേ? അല്ല, ഞാൻ അതിനകത്ത് ഒരു കാര്യം പറയാം. ഇത് ബൂത്ത് പിടിക്കൽ എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത ഒരു നിലപാടോ ഞാൻ വെറുതെ ഇവിടെ വന്നൊരു ചർച്ചയ്ക്ക് ഇരുന്ന് പറഞ്ഞു പോവുകയല്ല. ഞാൻ പറഞ്ഞത് ഡിസംബർ 13 കഴിഞ്ഞാൽ ഇക്കാര്യം നടപ്പാക്കാൻ കമ്മീഷന് പറ്റൂല. അങ്ങനെയല്ല. കമ്മീഷൻ ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടൊരു പ്രവർത്തനമാണിത്. ഇലക്ഷൻ തീരുമാനിച്ചതിന് ശേഷം നടത്തുന്ന പ്രവർത്തനമല്ല. ഇലക്ഷൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, അതന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സംസ്ഥാനത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് SIR കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ്. അതിനുശേഷമാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. ഇലക്ഷൻ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഇടയിൽ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കൊണ്ട് ഈ പ്രവർത്തനം ഇലക്ഷനെ ഏതെങ്കിലും തരത്തിലോ അല്ലെങ്കിൽ ഇലക്ഷൻ പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിലോ ബാധിക്കുമെങ്കിൽ നമുക്ക് നിർത്തിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്തടത്തോളം കാലം ഇത്തരം നിഷ്പക്ഷമായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നതിനെ നമ്മൾ തടയേണ്ട കാര്യമില്ല. മറുപടി എടുത്തിട്ട് വരാന്നേ. നിങ്ങളല്ലേ സംസാരിക്കുന്നത്, ഞാനല്ലോ. റോണി, ഇതാ നേരത്തെ പ്രഖ്യാപിച്ചതാണ്, പിന്നീട് ഇലക്ഷൻ വന്നിരിക്കുന്നു, അതുകൊണ്ട് മാറ്റിവെക്കാനാവില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റിവെക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അത് മുകളിലേക്ക് എടുക്കുന്നുണ്ടോ? ഒന്ന് മാത്രവുമല്ല, CPIM-നെതിരെ താങ്കൾ ഉന്നയിക്കുമെന്ന് അദ്ദേഹം കരുതുന്ന ചില പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടില്ല എന്നൊരു പരാതിയും അദ്ദേഹം പറയുന്നു. മറുപടി പറഞ്ഞോളൂ. നന്ദു ആരോടും ഉന്നയിച്ചതുപോലെ CPM-ന് വേണ്ടി വക്കാലത്ത് എടുക്കുന്ന ജോലിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. നിങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ മുഴുവൻ തകർക്കാൻ വേണ്ടി ഈ SIR എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരുമ്പോൾ ആദ്യം അതിന്റെ അപകടം ചൂണ്ടിക്കാണിച്ചിട്ട് കേരളത്തിലേക്ക് വരാം എന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യത്തിന് നന്ദു ഉത്തരം പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് നിങ്ങൾ ആസാമില് SIR നടപ്പാക്കാത്തത്? ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ നിങ്ങൾ SIR നടപ്പാക്കുമെന്ന് പറയുന്നു. 2026 കേരളത്തിനൊപ്പം ആസാമിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുക, നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിങ്ങളിപ്പോൾ ബംഗാളിൽ നടക്കാൻ പോകുന്നു, കേരളത്തിൽ നടത്തുന്നു, തമിഴ്നാട്ടിൽ നടത്തുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ആസാമിൽ നടത്തുന്നില്ല? കാരണം ആസാമിൽ നിങ്ങൾ SIR നടപ്പാക്കാൻ പോയാൽ അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് 38 ലക്ഷത്തോളം ബംഗാളി ഹിന്ദുക്കളായിരിക്കും. കാരണം 2019 സുപ്രീം കോടതിയിലേക്ക് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ദേശീയ പൗരത്വ രജിസ്റ്റർ അവിടെ പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് അവിടെ മുഴുവൻ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണ്, ഭീകരവാദികളാണ് എന്ന് BJP പറഞ്ഞപ്പോൾ ആ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അതിന്റെ അകത്ത് പുറത്തായ 38 ലക്ഷം ആളുകൾ എന്ന് പറയുന്നത് ബംഗാളിൽ നിന്നുള്ള ഹിന്ദുക്കളായിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാരാ. അതാണ് നിങ്ങളുടെ വോട്ട് ബാങ്ക്. അവരെ നിങ്ങൾക്ക് പുറത്താക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ആസാമിൽ SIR നടപ്പാക്കിയില്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് അവിടെ ഇത് ബഹുമാനപ്പെട്ട ജ്ഞാനേഷ് കുമാറിനോട് പത്രമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് ആസാമിൽ നടപ്പാക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലിരുന്ന് പറഞ്ഞു, കാരണം അവിടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ SIR നടപ്പാക്കാൻ കഴിയില്ല. ഇത് തന്നെയാണ്. അതായത് നിങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ മീനിന്റെ പുറകെയല്ല, ഇത് വലിയ തിമിംഗലം എന്ന് പറയുന്ന വലിയ വിഷയങ്ങൾ നിൽക്കുക. ഈ രാജ്യത്ത് ഒരു 30 സെക്കൻഡ് എന്തുകൊണ്ടാണ് കേരളത്തിലെ BLOമാർ ഇത്രയും വിഷയം നേരിടുന്നറിയോ? കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര പാനിക്കാണ്. ജനങ്ങൾ വല്ലാണ്ട് ആശങ്കയിലാണ്. കാരണം ഈ BLOമാർ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴുള്ളത് ശത്രുക്കളെ പോലെയാണ് നമ്മൾ കാണുന്നത്. കാരണം എന്താ, നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ അട്ടിമറിക്കുന്നു, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു,
വോട്ടർ പട്ടികയിൽ നിന്ന് സംഘടിതമായി പേരുകൾ റിമൂവ് ചെയ്യുന്നു. ഇപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ റെപ്രസെന്റേറ്റീവായിട്ട് BLO വീട്ടിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തെ ശത്രുതാ മനോഭാവത്തോടെയാണ് ആളുകൾ കാണുന്നത്. അത്ര വലിയ സമ്മർദ്ദത്തിലാണ് നമ്മുടെ BLOമാര് കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി ഈ പാവപ്പെട്ട BLOമാരുടെ ജീവൻ ഹോമിക്കരുത്, അതിന് അവസരം ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് വിനയത്തോടു കൂടി ഈ ചർച്ചയിൽ അഭ്യർത്ഥിക്കേണ്ടത്. നന്ദുവിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. ആസാമിൽ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. അതിനുള്ള കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായമായി അവതരിപ്പിച്ചു. നന്ദുവിന് അതിന് മറുപടി ഉണ്ടോ? അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അതിന്റെ മറുപടി പറഞ്ഞു എന്നാണ്. സ്വാഭാവികമായിട്ടും അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ മറുപടി പറയേണ്ട ഒരു വിഷയമാണ്. ഒരൊറ്റ കാര്യമുണ്ട്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒരൊറ്റ കാര്യം അല്ല, അദ്ദേഹത്തിന് 30 സെക്കൻഡ് അനുവദിച്ച സ്ഥിതിക്ക് ഒരു ചെറിയ സമയം എനിക്ക് കൂടി തരണം. അദ്ദേഹം ഈ പറയുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാർ വീടുകളിലേക്ക് വരുമ്പോൾ ജനങ്ങൾ ഭയത്തോടു കൂടി കാണുന്നതല്ല. ബൂത്ത് ലെവൽ ഏജന്റുമാരോടൊപ്പം വരുന്ന CPM നേതാക്കന്മാരെ കാണുമ്പോൾ ജനങ്ങൾ ഭയപ്പെടുന്നുണ്ട്. കാരണം അവർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കണം. അവർ ഫോം വാങ്ങി, CPMന്റെ ചില ഏജന്റുമാർ ഫോം വാങ്ങി ചില പഞ്ചായത്തുകളിൽ, കണ്ണൂർ ജില്ലയിൽ തന്നെ ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ CPMന്റെ നേതാക്കന്മാർ, ലോക്കൽ സെക്രട്ടറിമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും കൂടെ നടന്ന് അവർ പറയുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഫോം കൊടുക്കേണ്ടത്. മരണപ്പെട്ടവർ, അതുപോലെ അവിടെ സ്ഥലത്തില്ലാത്ത വോട്ടർമാർ, കള്ള വോട്ടായി ചേർത്തിരിക്കുന്ന വോട്ടർമാർ, ഇവരുടെയൊക്കെ ഈ പറയുന്ന ഫോമുകൾ ബലമായി CPM വാങ്ങുന്നു എന്നുള്ള ആരോപണമുണ്ട്. അതെന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിനിധി മറന്നു പോകുന്നത്? കോൺഗ്രസിന്റെ പ്രതിനിധി CPMന് വേണ്ടി സംസാരിക്കുകയാണ്. CPMന്റെ അച്ചാരം വാങ്ങി സംസാരിക്കുന്ന പ്രതിനിധിയാണ് ശ്രീ റോണി കെ ബേബി എന്ന് എനിക്ക് വളരെ വിഷമത്തോടു കൂടി പറയേണ്ട ഘട്ടമാണ്. ഞാൻ കൃഷ്ണദാസിലേക്ക് വരികയാണ്. ഇതിപ്പോ നന്ദു ഒരു അവതാരകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം പറയാൻ നിവൃത്തിയില്ല. കാരണം തിരുവനന്തപുരം നഗരത്തിൽ താമസിച്ചിട്ട് പോലും എൻ്റെ വീട്ടിൽ ഇതുവരെ BLO വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഏതെങ്കിലും ജോലി സമ്മർദ്ദം എത്രത്തോളമാണെന്ന് താങ്കൾക്ക് പറയാലോ. ഞാനെന്തിനാ എവിടെ അപ്പൊ അവർക്ക് സമ്മർദ്ദം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ അടുത്ത് വരണ്ടേ? സമ്മർദ്ദം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരൂ. പിന്നെ സമ്മർദ്ദം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവണ്ടേ? കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പൊ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നടക്കാത്തത്? നടക്കാത്ത ആരാ സൂപ്പർവൈസ് ചെയ്യുന്നത്? ആരാ സൂപ്പർവൈസ് ചെയ്ത് നോക്കൂ. ആരാ സൂപ്പർവൈസ് ചെയ്യുന്നത് ഒന്ന് ചോദിച്ചാൽ മതി. താങ്കളിലേക്ക് ഞാൻ വരുന്നു. എന്താണ് സമ്മർദ്ദം? നേതാക്കൾ കൂടെ സഞ്ചരിക്കുന്നതാണ് സമ്മർദ്ദം. പിന്നെ അപ്പോ അങ്ങനെയൊന്നും ഇല്ലാതെ ഇവർ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു അതും സമ്മർദ്ദമാണ് എന്ന്. സമ്മർദ്ദം CPMൽ നിന്നാണെന്ന് അദ്ദേഹം പറയുന്നു. മറുപടി കൃഷ്ണദാസ്. അതായത് അദ്ദേഹം ഈ BJPയുടെ പ്രതിനിധി, അതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, BJPയുടെ പ്രതിനിധി ഈ കേരളത്തിൽ ബൂത്ത് പിടുത്തം, അട്ടിമറി, ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇത് അദ്ദേഹം ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പറയുന്നത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഫ്രീ ആൻഡ് ഫെയറായി എലക്ഷൻ നടക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നതാണ്. മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ തെരഞ്ഞെടുപ്പുകളിൽ കൂട്ടക്കൊലകളോ ബൂത്ത് കയ്യേറ്റമോ ഇലക്ഷൻ ഓഫീസേഴ്സിന് പോലും വെടിവെച്ച് കൊല്ലലോ ഇതൊന്നും നടക്കാതെ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഇലക്ഷൻ ഇന്ത്യയിൽ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലാണ് അദ്ദേഹം പറയുന്നത്. പോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഒരു സമ്മർദ്ദവും ഇല്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എത്ര 10,000 ഉദ്യോഗസ്ഥരെയാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയുമോ? അതിന് ആ സന്ദർഭത്തിൽ തന്നെ വീണ്ടും അഡീഷണലായി ഈ പറയുന്ന 10,000 ഉദ്യോഗസ്ഥന്മാരെ SIR വെരിഫിക്കേഷന് വേണ്ടി BMLOമാരായിട്ട് ഇപ്പം തന്നെ അത് ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം എന്താ? ഇപ്പം തന്നെ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഡിസംബർ മാസം 23 കഴിഞ്ഞിട്ട് ഇത് നടത്തിയാൽ എന്ത് സംഭവിക്കും? ഈ ലോകത്ത് ജനാധിപത്യത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇതൊരു തരം ദുർവാശിയാണ്. ഈ ദുർവാശി ഇത് നടത്തുന്നത്, ഇങ്ങനത്തെ ഒരു ദുർവാശി നടത്തുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ പോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിലും ഇത് നടത്താൻ പറ്റുമോ നോക്കാനാണ്. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അദ്ദേഹത്തിൻ്റെ പാർട്ടി BJP ഉൾപ്പെടെ, BJP ആയാലും കോൺഗ്രസ് ആയാലും UDF ആയാലും LDF ആയാലും എല്ലാവരും ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് ഇവരെല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു BLO എങ്ങനെ വീടുകളിൽ പോയി ഈ വെരിഫിക്കേഷൻ നടത്തുന്നു, ഇത് ഫോം പൂരിപ്പിക്കുന്നു, ഇതൊക്കെ നോക്കാൻ ഭരണഘടന മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ തന്നെ അധികാരപ്പെടുത്തിയിട്ടുള്ള ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. ഓരോ നാഷണൽ റെക്കഗ്നേഷനുള്ള പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. BJPക്കും ബൂത്ത് ലെവൽ ഏജന്റ് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചതാ.
എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അപ്പോൾ ഈ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ഈ പ്രവർത്തനത്തിൽ എങ്ങനെ പങ്കാളിയാവാൻ പറ്റും? അവരെല്ലാം ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ മറവിൽ ഒരു കൃത്രിമം നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നടത്താവൂ എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഈ SIR എന്ന് പറയുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് ചെയ്യേണ്ടതല്ല. SIR ചെയ്യേണ്ടത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് നടത്തേണ്ടതല്ല. അത് നിലവിലുള്ള വോട്ടർ പട്ടിക പുതുക്കുകയാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി. അതല്ലേ ഇതുവരെയുള്ള ഇലക്ഷന് മുഴുവൻ. എല്ലാ ഇലക്ഷനും അങ്ങനെ തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ആ നിക്ഷിപ്ത താല്പര്യം അൺഡെമോക്രറ്റിക് ആണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ്. BJP ഇന്ത്യൻ ഡെമോക്രസിയുടെ ഐക്കണായി ഇരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ BJPയുടെ ഒരു ഓഫീസ് ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റി ഡെമോക്രസിയെ അട്ടിമറിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഞങ്ങൾ കോടതി നിയമപരമായിട്ട് ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ്. കോടതി ഇതിനോടൊക്കെ ചെറിയ തോതിൽ പോസിറ്റീവായിട്ടാണ് കോടതി പ്രതികരിച്ചത്. അതല്ലേ കോടതി ബീഹാറിലെ ഈ SIR നടപ്പാക്കിയ സമയത്ത് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളവരുടെ പേര് വരെ പ്രസിദ്ധപ്പെടുത്തണം. എന്താണ് റീസൺ, എന്തിനാണ് ഒഴിവാക്കിയതെന്നുള്ളത് പ്രസിദ്ധപ്പെടുത്തണം. ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ അൺഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ എക്സ്പീരിയൻസ് ഇന്ത്യ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും വലിയ ഡെമോക്രസിയുടെ ഐക്കണായിരിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഏകാധിപത്യത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധതയുടെ പ്രതീകമായി മാറുകയാണ് ഇന്ത്യ രാജ്യത്ത്. അതോടുകൂടി ഇന്ത്യയിലെ ജനാധിപത്യം അസ്തമിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അതാണ് ഞങ്ങൾ സുപ്രീം കോടതിയിലും പറയുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ ഇത് നിർത്തിവെക്കുകയാണ് വേണ്ടത്. സമ്മർദ്ദമില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാ. ഇവർക്കൊക്കെ വേറെ ജോലിയില്ലേ സാർ? ഞാൻ ഒറ്റ കാര്യം ഞാൻ BJP പ്രതിനിധിയോട് ചോദിക്കുന്നത്, ഇവരെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരില്ലേ? 10,000 വരുന്ന ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ഡിപ്ലോയ് ചെയ്തിട്ടില്ലേ? ബാക്കിയുള്ളവരെ ഇതിൽ ഡിപ്ലോയ് ചെയ്താൽ സർക്കാർ ഓഫീസ് പൂട്ടിയിടാൻ പറ്റുമോ? വില്ലേജ് ഓഫീസ് പൂട്ടിയിടാൻ പറ്റുമോ? പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിടാൻ പറ്റുമോ? സപ്ലൈ ഓഫീസ് പൂട്ടിയിടാൻ പറ്റുമോ? കേരളത്തിലെ ഈ സർക്കാർ ഓഫീസുകളിൽ തെരഞ്ഞെടുപ്പുണ്ട് എന്നുള്ളതുകൊണ്ട് മനുഷ്യന്മാർക്ക് കാര്യങ്ങൾക്ക് പോകണ്ടേ? അവരെല്ലാവരും എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കുടിവെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഗവൺമെൻറ് സിസ്റ്റം അതുപോലെ തന്നെ റൺ ചെയ്യണ്ടേ? ആ സിസ്റ്റത്തെ മുഴുവൻ നിങ്ങൾ തകർക്കുകയല്ലേ? അതല്ലേ സമ്മർദ്ദം? ആ സമ്മർദ്ദം കൊണ്ടല്ലേ ഇത് മുഴുവൻ ഉണ്ടാവുന്നത്. ആ സമ്മർദ്ദമാണ് പറയുന്നത് ഇത് തെറ്റാണ്. അതല്ലേ ഇലക്ഷൻ കമ്മീഷനെതിരെ ജീവനക്കാർ പണിമുടക്കിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ ജീവനക്കാർ പണിമുടക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ജീവനക്കാർ പണിമുടക്കിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്ത നയങ്ങൾക്കെതിരെ. ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനത്തിനെതിരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് കേരളത്തിലെ ജീവനക്കാർ പണിമുടക്കിയത്. അറിയോ BJPയുടെ പ്രതിനിധി? ഇതുവരെ ഉണ്ടായിട്ടില്ല ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് പണിമുടക്ക് നടത്തിയത്. അവർക്ക് സമ്മർദ്ദമുള്ളതുകൊണ്ടല്ലേ പണിമുടക്കിയത്. ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായിട്ട് ശരിയാണ് എന്ന് പറഞ്ഞ് വാദിക്കുന്നതിൻ്റെ അനൗചിത്യം അദ്ദേഹം മനസ്സിലാക്കണം. ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട്, മനുഷ്യർ കാണുന്നുണ്ട്. ഇത് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ചെയ്യേണ്ട കാര്യമല്ല എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. നിർത്തിവെക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. നന്ദു, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ഇപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, BLOമാർ അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. കമ്മീഷൻ്റെ അറിവോടുകൂടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരാണ്. അവരോടൊപ്പം വരാൻ BLAമാരുണ്ട്. അവർ ദേശീയ അംഗീകാരമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ കൂടിയാണ്. അവർ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വരാവുന്ന ഒരു സമയം അല്ല. അവരുടെ കൂടി നിരീക്ഷണം വെച്ചിരിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്താൻ ഇന്ത്യൻ ജനാധിപത്യം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു നടപടിക്രമമാണത്. അത് നിഷേധിക്കപ്പെടുന്നു. BLOമാർക്ക് പോകാനുള്ള അവസരം ഉണ്ടായിരിക്കെ തന്നെ BLAമാർക്ക് അതിനോടൊപ്പം പോകാനോ ഫോളോ അപ്പ് ചെയ്യാനോ ഇടപെടാനോ ഉള്ള അവസരം നിഷേധിച്ചിരിക്കുന്നു. അത് ശരിയാണോ? രണ്ട് ആചാര്യ സാറ് നേരത്തെ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഈ ഏറ്റവും ഉയർന്ന ഒരു പദവിയിലെത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ്, വർഷങ്ങളായത് കണ്ട മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ വരെ ആയിരുന്ന അദ്ദേഹം പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള ആവലാതികൾ കേൾക്കാനുള്ള മൂഡിലല്ല. എന്തൊരു ദയനീയമായ, എന്തൊരു ദാരുണമായ പരാമർശമാണ് അതുപോലെ ഉള്ള ഒരു സീനിയർ ഉദ്യോഗസ്ഥനിൽ നിന്നുണ്ടാവുന്നത്. BLAമാർക്ക് അവസരം നിഷേധിച്ചിരിക്കുന്നു. സംസ്ഥാനം പറയുന്ന സങ്കടങ്ങൾ കേൾക്കാനുള്ള മൂഡിലല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
എന്ന് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് പ്രതികരണം. ഞാൻ അതിനകത്തേക്ക് താങ്കളുടെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. പക്ഷേ അതിന് മുന്നേ ശ്രീ കൃഷ്ണദാസ് സാർ അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയ കറക്ഷൻ, അതായത് ബൂത്ത് പിടുത്തമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതെന്തോ എൻ്റെ ഭാവനയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനൊരു ചെറിയ കാര്യം മാത്രം സൂചിപ്പിക്കും. 1989 നയനാറുടെ മന്ത്രിസഭ ഇരുന്ന കാലത്ത് പിന്നീട് മന്ത്രിയായിട്ടുള്ള CPM-ൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ ജി സുധാകരൻ പറഞ്ഞൊരു വാക്കാണ്, അതായത് തപാൽ ബാലറ്റിൽ വോട്ട് ചെയ്യുമ്പോൾ NGO യൂണിയൻകാർ വേറെയാണ് ചെയ്യാറ്, എല്ലാവരുമല്ല കുറച്ചു പേർ, ഞങ്ങളത് പൊട്ടിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ തരരുത്, നേരിട്ട് അയച്ചോളൂ. KV ദേവദാസ് മത്സരിച്ചപ്പോൾ DC ഓഫീസിൽ ഞങ്ങളത് പൊട്ടിച്ചു, ഒട്ടിച്ചത് പൊട്ടിക്കാൻ പ്രയാസമില്ല, 15% വോട്ട് അപ്പുറത്തായിരുന്നു, പൊട്ടിച്ച് വെരിഫൈ ചെയ്ത ശേഷം ഞങ്ങളത് തിരുത്തി എടുത്തു, ഇനി അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കേസ് എടുത്താലും കുഴപ്പമില്ല. ഇത് പറഞ്ഞതൊരു മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയും ഒക്കെ ആയിരുന്നു. അദ്ദേഹം തന്നെ വെരിഫൈ ചെയ്യാണ്, അദ്ദേഹം തന്നെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ എന്താണെന്ന്. അത് കേരളത്തിലെ ജനങ്ങളുടെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഞാൻ അതിനെ കൂടുതലേക്ക് പോകുന്നില്ല. പക്ഷേ താങ്കൾ ചോദിച്ച രണ്ട് ചോദ്യം, ഒന്ന് ഇതിലേക്ക് വരാൻ പാടില്ലായിരുന്നു. അല്ല, അത് BLA-മാരുടെ അവസരം, അതാണല്ലോ അടുത്ത പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം പറഞ്ഞത്. അതായിരുന്നു അതായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഈ BLA-മാർ എന്ന് പറയുന്നത് 3 പാർട്ടികൾക്കുമുണ്ട്. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും പാർട്ടി BLA-മാർക്ക് മാത്രം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചൊരു പരിപാടി, അല്ലെങ്കിൽ BJP-യുടെ BLA-മാർക്ക് ഇതിൽ പങ്കാളിയാവുന്നതിന് ബുദ്ധിമുട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ SIR എന്ന് പറയുന്ന പ്രവർത്തനം ഒരു ബൂത്തിനകത്ത് പരമാവധി ഉണ്ടാവുന്ന വീട് 380 വീടിനകത്താണ്. ഞാനും ബൂത്ത് ലെവലിൽ പ്രവർത്തിച്ചിട്ട് വന്നയാളാണ്. 380 മുതൽ 400-നകത്തുള്ള വീടുകളാണ് പരമാവധി ഒരു ബൂത്തിൽ ഉണ്ടാവുക. ഈ 350 വീടുകളിലേക്ക് ഈ SIR-ൻ്റെ ഫോമുമായി ഒരാൾ പോകാൻ തീരുമാനിച്ചാൽ ഇനി 1.5 മണിക്കൂർ വീതം ഇറങ്ങിയാൽ പോലും ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് ഈ പ്രവർത്തനം തീരും, അല്ലെങ്കിൽ പരമാവധി 5 ദിവസം കൊണ്ട് ഈ പ്രവർത്തനം തീരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് ഏതാണ്ട് 1.5 ആഴ്ചയ്ക്ക് മുന്നേ ഈ പ്രവർത്തനം തുടങ്ങിയെന്ന എൻ്റെ മനസ്സിലുള്ള അറിവ്. അങ്ങനെയാണെങ്കിൽ പോലും ഇതിനകം ആ BLA-മാർക്ക് ആ പ്രവർത്തനം ചെയ്തത് ഇതൊക്കെ മുട്ടാപ്പോക്ക് ന്യായമാണ് എന്നും ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ കൃഷ്ണദാസ് ജി അദ്ദേഹം മനസ്സിലാക്കണം എന്ന് എനിക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ അറിവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്. നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിനെ പോലൊരു മുതിർന്ന ആൾ വന്നിട്ട് ഇത്തരം മുട്ടാപ്പോക്ക് ന്യായം പറയുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിന് അനുസരിച്ചുള്ള കുറച്ചുകൂടി വലിയൊരു കള്ളം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്ന്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഡിപ്ലോയ് ചെയ്ത ആളുകളുടെ എണ്ണത്തെ പറ്റിയിട്ടാണ്. അതായത് ഇപ്പോൾ BLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ BLA-മാരുടെ പ്രവർത്തനം നടത്തുന്നവർ ഇന്ന് രാവിലെയോ ഈ ഇലക്ഷന് അല്ലെങ്കിൽ ഈ SIR പ്രവർത്തനത്തിന് 2 ദിവസം മുൻപോ തീരുമാനിച്ചവരല്ല. അവർ കാലാകാലങ്ങളായി SIR ഈ പറയുന്ന BLO പ്രവർത്തനത്തിൽ നിൽക്കുന്നവർ. എൻ്റെ അവിടെയൊക്കെയുള്ള BLO എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു 15 വർഷമായിട്ട് അവിടെ BLO അല്ലെങ്കിൽ ഈ BLO പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടം മുതൽ അവിടെ BLO ആയിട്ട് പ്രവർത്തിക്കുന്നയാളാണ്. എൻ്റെ അവിടെയൊക്കെ BLO അദ്ദേഹമാണ് ഇപ്പോഴും അവിടെ BLA ആയിട്ടുള്ളത്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹവുമായിട്ട് ഇടപെട്ടിട്ടാണ് പല കാര്യങ്ങൾ വോട്ട് ചേർക്കുന്നതിനും വോട്ട് ഡിലീഷനും അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പക്വതയുള്ള പല ആളുകൾ എൻ്റെ വീട്ടിലൊക്കെ മെനഞ്ഞാന്നാണ് കൊണ്ടുവന്നത്. അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു. ഞാൻ അത് എഴുതി കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾ എഴുതി കൊടുത്തു, എല്ലാം എഴുതി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ സമരം എന്ന് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പുതിയ ആളുകളാ പല സ്ഥലത്തും പുതിയ അല്ല എന്തായാലും ഞാൻ കാണുന്ന എൻ്റെ പ്രദേശത്ത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അങ്ങനെയുള്ളവരല്ല. അവരാണ് സമരം ചെയ്തത്. അല്ല, അപ്പൊ ഞങ്ങൾക്ക് രാഷ്ട്രീയ പാനൽ സമരം ചെയ്യുന്നയാളിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമുണ്ടെന്നേ, കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. PDT ആചാര്യ അദ്ദേഹം പറയുന്ന വിഷയത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ആ മൂടില്ല എന്ന് തീരുമാനിക്കപ്പെട്ടതെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഞാൻ പറഞ്ഞോട്ടെ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇരുന്ന സമയം മൊത്തം കോൺഗ്രസ് ഭരണകാലത്ത് ഇരുന്ന സമയത്താണ് അദ്ദേഹം ലോക്സഭാ സെക്രട്ടറി ജനറൽ വരെ ആയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അറിവ് കുറവാണെങ്കിൽ അവിടെ തിരുത്താം. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം അന്നത്തെ സാഹചര്യം വെച്ചിട്ടായിരിക്കും ഇന്ന് വിലയിരുത്തുന്നത്. എന്തായാലും ഇന്ന് അങ്ങനെയുള്ള സർക്കാരുകളല്ല. കാര്യങ്ങൾ കേട്ടില്ല എന്നത് സത്യമാണ്. ആ സത്യത്തിന് മൂടാണ് അദ്ദേഹം കാരണം പറഞ്ഞത്. വേറെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മൂടെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഞാൻ കൃത്യമായി പറഞ്ഞു, ഈ SIR പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വന്ന ഒരു കാര്യമല്ല, അതിന് മുൻപ് വന്ന കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും ഈ SIR പ്രവർത്തനങ്ങളിൽ നേരിട്ടുള്ള പങ്കില്ല, അല്ലെങ്കിൽ ഇടപെടലുകളില്ല. ഈ പ്രവർത്തനം കൃത്യമായി കുറ്റമറ്റ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ BLA-മാർക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം അവർക്കുണ്ടെങ്കിൽ അത് അവർക്ക് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്താം. അതെന്താണ് അവരുടെ പ്രശ്നം? ഇവിടെ
മറ്റുള്ളവർക്കെല്ലാം സാധിക്കുന്നു. റോണി കെ ബേബി, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനായി എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്? റോണി മാഷെ. എനിക്ക് ഇവിടെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. SIR എന്ന് പറയുന്ന സംവിധാനത്തോട് ആശയപരമായി എതിർക്കുവാനുള്ള ധാർമ്മികമായ അവകാശം CPM-നുണ്ടോ? BJP കേന്ദ്രത്തിൽ നടപ്പാക്കുന്ന SIR തന്നെയല്ലേ നിങ്ങൾ കേരളത്തിലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ വെച്ചുകൊണ്ട് കേരളത്തിൽ ചെയ്തത്? കേരളത്തിൽ ആദ്യം വോട്ടർ പട്ടിക വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു എപ്പിക് നമ്പർ, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു എപ്പിക് നമ്പർ വേണ്ട, കാരണം എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ കള്ള വോട്ടുകൾ, ഇരട്ട വോട്ടുകളൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. ആ സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടി എപ്പിക് നമ്പർ വേണ്ട എന്ന് പറഞ്ഞു. ശക്തമായ പ്രതിഷേധം ഉണ്ടായി. ഇന്ന് തന്നെ കേരള ഹൈക്കോടതി മുഖത്തടിച്ചല്ലേ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത്, മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അവർക്ക് നിയമപരമായ എല്ലാ അവകാശവും ഉള്ളപ്പോഴും അവരുടെ പേര് ഡെലിബറേറ്റ് ആയി ബോധപൂർവ്വം വെട്ടിമാറ്റി. ഒരാളെ ഒഴിവാക്കണമെങ്കിൽ നമുക്കറിയാം, ഒന്നെങ്കിൽ അയാൾ അവിടെ താമസക്കാര് ആവരുത്, അല്ലെങ്കിൽ അവിടുന്ന് സ്ഥലം മാറിപ്പോയത് ആയിരിക്കണം, അല്ലെങ്കിൽ ഇരട്ടയോട്ടുള്ള ആളായിരിക്കണം. ഇവിടെ ഈ പറഞ്ഞ കുട്ടി അല്ലെങ്കിൽ വൈഷ്ണവ് സുരേഷ്, അവർക്ക് ഇരട്ടയോട്ടില്ല, അവരുടെ കുടുംബ വീട്ടിൽ അഡ്രസ് വെച്ചാൽ വീട്ടിൽ പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന വീട്ടു നമ്പറിൽ എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേര് അവിടെ നിന്ന് ഒഴിവാക്കി. അവര് നേരത്തെ തന്നെ സത്യവാങ്മൂലം കൊടുത്തു. ഇത് എന്റെ പിഴവല്ല, വോട്ടർ പട്ടികയുടെ പിഴവാണ്. വോട്ടർ പട്ടിക തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ബോധപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ച ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അത് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്, നിങ്ങൾക്ക് CPM-ന് എന്ത് ധാർമ്മികമായ അധികാരമാണ്, അവകാശമാണ് ഈ SIR? ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഒരു 1.5 മിനിറ്റ് ഉപസംഹരിക്കും. ഇതിനകത്ത് വളരെ ചെറിയ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ജനങ്ങളോടാണ് ഇത് പറയുന്നത്. ഈ ഡിബേറ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളൊന്നും കണ്ട് യാതൊരു തരത്തിലുള്ള ഭയചകിതരമാവേണ്ട കാര്യമില്ല. നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെടേണ്ടത് ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ജനാധിപത്യം ഇന്ത്യ മഹാരാജ്യത്ത് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ബൂത്ത് പിടിക്കലും കള്ളവോട്ട് ചേർക്കലും അതുപോലെ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് വായിക്കലും ഒന്നുമില്ലാത്തൊരു കേരളത്തിൽ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരു ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാവണം. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും കരുത്ത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ SIR പ്രവർത്തനത്തിന് ഒപ്പമുണ്ടാകണം. മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ നടത്തുന്നവർക്കെല്ലാം ഇതിൽ നിന്ന് ഗൂഢലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 50 ലക്ഷത്തിലധികം വ്യാജ ആധാർ കാർഡുകൾ നിലവിലുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അത്തരം കാര്യങ്ങളെ തടയേണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് കണ്ട് നമ്മൾ ഈ പ്രവർത്തനത്തിന് എല്ലാവിധമായ പിന്തുണയും കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് നമ്മുടെ നിലപാട്. നമ്മൾ അങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വൈകി വന്ന വിവേകം പോലെ ഇപ്പോൾ റോണി കെ ബേബി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് കോൺഗ്രസ് എല്ലാ കാലത്തും CPM-ന് വേണ്ടിയിട്ടുള്ള വിടുപണി ചെയ്യുന്നതിൻ്റെ ദുരന്ത ഫലമാണ് CPM ഇന്ന് കോൺഗ്രസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ വളരെ വിനയത്തോടു കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈ വിഷയത്തിൽ ഈ കാര്യങ്ങളാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ ജനങ്ങളോട് കൃത്യമായി പറയുന്നു, ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ആവശ്യമാണ്. ആ ബോധ്യത്തിൽ തന്നെയായിരിക്കും നമ്മൾ ഈ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞതിന് കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. വോട്ടർ പട്ടിക അത് കൃത്യമാക്കുകയാണ് ഒരു ആരോഗ്യമുള്ള സമൂഹത്തിൻ്റെ ആവശ്യം, ശുദ്ധീകരിക്കപ്പെടുകയല്ല. ആ 2 വാക്കുകളും തമ്മിലും വളരെ അകലമുണ്ട്. ആ അകലം അപകടത്തിൻ്റെതാണ്. ഞാൻ കൃഷ്ണദാസിലേക്ക് വരികയാണ്. കൃഷ്ണദാസ്, താങ്കൾക്ക് ഇനി ഒരു 1.5 മിനിറ്റ് കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഉപസംഹരിക്കാം. അതായത് ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധി തിരുവനന്തപുരത്ത് അവർ സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിച്ച ഒരു സ്ഥാനാർത്ഥിയാക്കാൻ അവരുദ്ദേശിച്ച വ്യക്തിക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് അവർ പേരില്ലാതെ കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്താവശ്യമുണ്ട്? അങ്ങനെ ഈ എത്ര 10,000 കണക്കിന് പേരാണ് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഒക്കെ ആയിട്ട് മത്സരിക്കുന്നത്. അങ്ങനെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കുട്ടി ആരാണെന്ന് തന്നെ ഞങ്ങളുടെ പാർട്ടിക്ക് അറിയില്ല. ഞങ്ങൾക്ക് എന്താവശ്യമുണ്ട് സഹോദര അങ്ങനെ ഒരു കുട്ടിയൊക്കെ ഒഴിവാക്കണ്ടേ? ഞങ്ങൾക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല അങ്ങനെ ഒഴിവാക്കണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ നിങ്ങൾ സാമാന്യവൽക്കരിച്ച് BJPയെ സംരക്ഷിക്കാൻ നിൽക്കരുത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ജനാധിപത്യ വിരുദ്ധ നീക്കത്തെ ഈ ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ മുൻനിർത്തിയിട്ട് അതെന്താ കാര്യം എന്നുള്ളത് വേറെ പരിശോധിക്കണം. ഞാൻ അറിഞ്ഞത് ആ കുട്ടി വ്യാജവിലാസത്തിൽ വോട്ട് ചേർത്തുകൊണ്ട് പോയി എന്നൊക്കെയാണ്. പോട്ടെ, അതിന് എന്തോ ആവട്ടെ. ഈ ഒരു ഒറ്റപ്പെട്ട സംഭവം കൊണ്ട് നിങ്ങൾ BJPയെ വെള്ളപൂശിയിട്ട് BJPയെ രക്ഷിക്കാൻ നിൽക്കരുത് കോൺഗ്രസ് എന്നുള്ളത് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വളർന്ന 18 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. RP ആക്ട് അതാ പറയുന്നത്. ആ 18 വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പൗരസമൂഹത്തിനും എല്ലാവർക്കും ഈ സമൂഹത്തിൽ വിവിധ ഘട്ടങ്ങളിലുള്ള ജനാധിപത്യ സ്ഥാപനങ്ങളിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ആ പ്രതിനിധികളാണ് ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കുന്നത്. അതാണ് റിപ്പബ്ലിക്ക്. ആ റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാനുള്ള SIR
എന്ന് പറഞ്ഞ് ഇഷ്ടമില്ലാത്തവരെയൊക്കെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി ശുദ്ധീകരിക്കുക. ഈ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇഷ്ടമില്ലാത്തതൊക്കെ ഒഴിവാക്കുക. എൻ്റെ കണ്ണിൽ എനിക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ഒഴിവാക്കേണ്ടതാണല്ലോ എൻ്റെ ശുദ്ധീകരണം. ആ വാക്ക് പറഞ്ഞത് തന്നെ നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ളതാണ്. സാധാരണഗതി ഇത്ര കാലം ഇവിടെ ഇലക്ഷൻ നടന്നല്ലോ. ഇത്ര കാലം 50-ൽ റിപ്പബ്ലിക് ഉണ്ടായിട്ട് 52 മുതൽ ഇത്രയും കാലം ഇവിടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അന്ന് മുതൽ നമ്മൾ ഈ ചെയ്യണത് എന്താ? നിലവിലുള്ള വോട്ടർ പട്ടികയിൽ മരിച്ചുപോയവരെയോ അനർഹരെയോ ഒഴിവാക്കി 18 വയസ്സ്, ആദ്യം 21 വയസ്സായിരുന്നു, പിന്നെ 18 വയസ്സ് തികഞ്ഞവർ മുഴുവൻ കൂട്ടിച്ചേർക്കും. അങ്ങനെ വോട്ടർ പട്ടിക കാലാകാലങ്ങളിൽ പുതുക്കി അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജനാധിപത്യം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് സ്വന്തം താല്പര്യം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇന്ത്യ രാജ്യത്തിലെ പൗരസമൂഹം അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം പൗരസമൂഹമാണ് ഇവിടുത്തെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ജനപ്രതിനിധി സഭകളെ തിരഞ്ഞെടുക്കേണ്ടത്. ജനപ്രതിനിധി സഭകളിൽ ഭൂരിപക്ഷമുള്ളവരാണ് ഗവൺമെൻറ് രൂപീകരിക്കുക. ഇതാണ് നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയ. അപ്പോൾ ഈ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ഇലക്ഷൻ കമ്മീഷനെ BJPയുടെ ഒരു സബ് ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റി ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും പൗരസമൂഹം നേരിടും. പൗരസമൂഹത്തിൻ്റെ വോട്ടവകാശം ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ എല്ലാവരും കൂടി ചേർന്ന് തോൽപ്പിക്കുക തന്നെ വേണം എന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് സമാന്തരമായി SIRമായി മുന്നോട്ട് പോകുന്നതിൻ്റെ അപകടങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ അക്കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. 3 ചേരിയും ഒരു വിദഗ്ധനും പറഞ്ഞ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. ജനങ്ങളിൽ ഈ ചർച്ച മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.